അല്ല, മേൽക്കോടതിയിലേക്ക് പോകാൻ അവകാശമില്ല എന്നല്ല, അത് പ്രീ മെച്യൂറായി പോയി. നമ്മൾ ആ സമയത്തല്ല പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള അപേക്ഷ ഫയൽ ചെയ്യേണ്ടിയിരുന്നത്. സെൻറ്റൻസ് പറയുന്ന സമയത്ത് വേണം ഫയൽ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മൊമെൻറ്റിൽ വേണം അത് ഫയൽ ചെയ്യേണ്ടത്. അതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻറ്റൻസ് പറയുക എന്നുള്ളതാണ്. അപ്പം അത് സെൻറ്റൻസ് പറയാതെ എൻഹാൻസ്ഡ് പണിഷ്മെൻറ്റ് ഈ പ്രതികൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പ്രോസിക്യൂഷന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അപേക്ഷ 325 വകുപ്പ് പ്രകാരമുള്ള അപേക്ഷ ഫയൽ ചെയ്തിട്ടുള്ളത്. അത് പ്രകാരമുള്ള സെൻറ്റൻസ് അത് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇല്ല എങ്കിലും 2:45 അതിന് മേളിലുള്ള വിധി കോടതി ഇന്ന് തന്നെ പറയുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഏതാ? അതെ അതെ. അല്ല, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 409 വകുപ്പുള്ളതുകൊണ്ട് പരമാവധി ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രോസിക്യൂഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് അത് ഇന്ന് സെൻറ്റൻസ് പറയാതെ മുകളിലോട്ട് മേൽക്കോടതിക്ക് അയച്ചു കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. അങ്ങനെയാണ് പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ 1990 നടന്ന ഒരു സംഭവത്തിന് മേളിൽ ഒരു കോടതിയിലെ ജീവനക്കാരനും അന്നത്തെ പ്രതിയുടെ ഒരു ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രി സെൽവഡോർ സെൽവയിലിയുടെ രക്ഷിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടി NDPS കേസിലേക്ക് രക്ഷിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് പ്രതിയും അന്നത്തെ തൊണ്ടി ക്ലർക്കായ ജോസും കൂടെ ചേർന്നിട്ട് പ്രതിയുടെ അടിവസ്ത്രം രണ്ടാം പ്രതി കൈക്കലാക്കുകയും അതിൽ രൂപമാറ്റം വരുത്തിയതിന് ശേഷം 4 മാസത്തിന് ശേഷം അത് തിരിച്ച് കോടതിയിൽ ഹാജരാക്കിയിട്ട് അങ്ങനെ ഒരു ഹാജരാക്കിയ തൊണ്ടി മുതലിന് പ്രതിക്ക് യോജിക്കില്ല എന്ന് ഉള്ള വാദമുഖം അന്നത്തെ ഡിഫൻസ് കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെഷൻസ് കോടതി 10 കൊല്ലവും 1 ലക്ഷം രൂപയും ശിക്ഷിച്ച കേസിന് മേളിൽ അപ്പീൽ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിലും പ്രതി ഇതേ വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് രജിസ്ട്രാറിന് ഡയറക്ഷൻ കൊടുക്കുകയും രജിസ്ട്രാർ ആ പ്രതിയെ കൊണ്ട് ഈ അടിവസ്ത്രം ട്രൈ ചെയ്ത് നോക്കുന്ന അവസരത്തിൽ ഇത് പ്രതിക്ക് യോജിക്കില്ല എന്ന് കണ്ടെത്തിയതിൻ്റെ ഒറ്റ കാരണത്താൽ മാത്രമാണ് ആ കേസിൽ പ്രതിയെ അന്ന് കോടതി കുറ്റവിമുക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിജിലൻസ് ഇതിന് മേളൊരു അന്വേഷണം നടത്തുകയും ആ തൊണ്ടി മുതലായ അടിവസ്ത്രം FSLലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. FSL പരിശോധനയിൽ ഇതിൽ രൂപമാറ്റം വരുത്തുകയും അതിൽ വെട്ടി ചെറുതാക്കി ആണ് തിരിച്ച് ഹാജരാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി ജഡ്ജിക്ക് ഇത് പോലീസ് അന്വേഷിച്ചാലേ യഥാർത്ഥത്തിലുള്ള കുറ്റക്കാരെ കണ്ടെത്താൻ പറ്റുമുള്ളൂ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി ശിരസ്താർ മുഖാന്തരം അന്നത്തെ വഞ്ചൂർ കോടതിക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത FIR ആണ് അന്വേഷണത്തിൻ്റെ അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അതിൽ 29 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതിൽ 10 പേരെ തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ച കേസിൽ മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ കേസിൽ 10 വർഷത്തിനുമേൽ ശിക്ഷ വിധിക്കുന്ന കേസാണിത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ മേൽക്കോടതിയാണ് വിധി പറയേണ്ടതെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. ആ ആവശ്യത്തിൽ ആ അപ്പീലിൽ ഉച്ചയ്ക്ക് 2:45 കോടതി വിധി പറയും. ആ അപ്പീൽ തള്ളുകയാണെങ്കിൽ അപ്പോൾ തന്നെ കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ആന്റണി രാജുവിൻ്റെ നിയമസഭാംഗത്വം അപ്പോൾ തന്നെ റദ്ദാകുകയും ചെയ്യും. നേരത്തെ 2013 ലില്ലി തോമസ്, മലയാളിയായ ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് ഈ സുപ്രധാന വിധി വന്നിരുന്നത്. നിയമനിർമ്മാണം നടത്തേണ്ടത് ക്രിമിനലുകളല്ല എന്ന് സുപ്രീം കോടതി അന്ന് ആ സുപ്രധാന വിധിയിൽ പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ച് കുറ്റക്കാരനെന്ന് കോടതി 2 വർഷത്തിന് മേൽ കുറ്റക്കാരനെന്ന് ശിക്ഷ വിധിക്കുകയാണെങ്കിൽ അത് ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം റദ്ദാക്കുന്നതിന് വഴിയൊരുക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.